ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം 6:10. അപ്പൊ ഇന്ന് ഓണമാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇത് ശരിക്കും എനിക്ക് ഓണം ഇല്ല. ഞാനിന്ന് ജോലിക്ക് പോവാണ്. നാട്ടിൽ പോകണില്ല ഈ വർഷത്തെ ഓണത്തിന്. അപ്പോ അത്രേ ഉള്ളൂ. ഇന്ന് എന്റെ ഒരു തീരുമാനമായിട്ട് ഓണമില്ലാത്ത ഓണം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾക്ക്. അപ്പൊ ശരി, കുളിച്ചിട്ട് കാണാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് റെഡി ആയാലോ? ഹായ് സൺകിസ്റ്റ്. ഇത് ലോറിയൽ പാരീസിൻ്റെ ഹെയർ ക്രീമാണ്. നിങ്ങൾക്ക് എൻ്റെ പോലത്തെ ഫ്രിസി ഹെയർ ആണെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഞാൻ റെഡി ആവുന്നത് മൊത്തം ഒന്നും കാണിക്കുന്നില്ല, കുറേ വീഡിയോസ് ഇട്ടിട്ടുള്ളതുകൊണ്ട് പിന്നെയും കണ്ടാൽ ബോറടിക്കും. നോർമലി ഞാൻ യൂസ് ചെയ്യാറുള്ള പോൺസിൻ്റെ മോയ്സ്ചറൈസർ തന്നെയാണ്, പിന്നെ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ട്രാൻസിഷൻ ആയാലോ? അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഹായ് ഗൈസ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ ഓണം സെലിബ്രേറ്റ് ചെയ്യാണ്ട് തിരുവോണത്തിൻ്റെ അന്ന് ജോലിക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ബാക്കിയുള്ളവർ സ്കിപ്പ് ചെയ്തേക്കും. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ മൊത്തം നിങ്ങൾ കാണാൻ പോകുന്നത് തിരുവോണത്തിൻ്റെ ജോലിക്ക് വേണ്ടി വരുന്ന ഒരാളുടെ രോദനമായിരിക്കും. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് രസമായിരുന്നല്ലേ? ഓണം വരുന്നു, 10 ദിവസം ലീവ് കിട്ടുന്നു, മിസ് ചെയ്യണം അതൊക്കെ. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും ഇപ്പോൾ ഓണത്തിന് നാട്ടിൽ പോവാതെ ജോലിയൊക്കെ ചെയ്യേണ്ടി വരുന്നവർ. തളരരുത്, നമുക്ക് അടുത്ത വർഷത്തോളം പിടിക്കാം. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഗൈസ്. ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സോ ഓണസദ്യ ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഇവിടെ ഒരു കല്യാണ സദ്യ ഉണ്ട്. സദ്യയല്ല, നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഓഫീസിലെ ഒരു പുള്ളിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് എന്താണ് കഴിക്കുന്നത് കാണിച്ചു തരാം. ഹെയർ വാഷ് ചെയ്തുകൊണ്ടാണ് മുടി ഇങ്ങനെ അനുസരണ ഇല്ലാണ്ട് കിടക്കുന്നത് ഗൈസ്. അപ്പം ഞാനൊരു ആന്ധ്ര സ്റ്റൈൽ സദ്യ കഴിച്ചു ഗൈസ്. വെജിറ്റബിൾ റൈസ് ആയിരുന്നു, വൈറ്റ് റൈസ് ഉണ്ടായിരുന്നു. അയ്യോ, നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു. ഇപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. ഞാൻ താഴെ കണ്ണെഴുതിയിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഹലോ, ഇപ്പൊ സദ്യ കഴിഞ്ഞു. ഓണസദ്യ ഇല്ലെങ്കിലും കല്യാണ സദ്യ കഴിച്ചു വാഴയിലിൽ തന്നെ. ഞാനിങ്ങനെ എൻ്റെ ഓണത്തിനെയൊക്കെ പറ്റിയിട്ട് ആലോചിക്കുമായിരുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഓണം വരെ ഇങ്ങനെ നോക്കിയിരിക്കത്തില്ല. എനിക്ക് ഈ സെലിബ്രേഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഓണം തന്നെയില്ല, എന്ത് സെലിബ്രേഷൻസ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ സമയത്ത് നമുക്കിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ എല്ലാവരും ഒരു സെലിബ്രേഷൻ മൂഡിലിരിക്കുമ്പോൾ നമ്മൾ അതൊന്നും ആലോചിക്കത്തില്ല, എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്ത്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് ഈ ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് സ്കൂൾ കോളേജ് ആ സമയമൊക്കെയാണ് ഓർമ്മ വരിക. നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ 10 ദിവസത്തെ ലീവ്. ഇപ്പം നോക്ക്, നമ്മൾ വളരുന്ന അനുസരിച്ചിട്ട് നമ്മുടെ പണ്ടത്തെ ആലോചിക്കുമ്പോഴത്തേക്ക് ആ സമയത്തായിരുന്നു ഓണമൊക്കെ ഏറ്റവും നൈസായിരുന്നത്. ഇപ്പം എന്താ, ഓണത്തിനൊരു ലീവ് വേണമെങ്കിൽ നമ്മൾ ചോദിക്കണം, ചിലപ്പോൾ കിട്ടത്തതുമില്ല. പണ്ടത്തെ അത്ര ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും നമുക്ക് ഓണത്തിനോട് ഇപ്പം ഇല്ല. കുറേ കാലമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇരുന്ന് രാവിലെ എണീറ്റപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം അതൊക്കെ മാറി. എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, അതിനെല്ലാവർക്കും മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഓക്കെ ആയി. നെക്സ്റ്റ് വീക്ക് എന്തായാലും നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ വേറൊന്നുമില്ല. പിന്നെ ഗൈസ്, നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് ഞാനൊരു ലോങ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ലോങ് വീഡിയോ ആക്കാനായിട്ട് ഇതിനകത്തൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യും. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു തംബ്നെയിൽ ഉണ്ടാക്കാനായിട്ട് മടിയായിട്ട് ChatGPT ഇല്ല, നമ്മുടെ AI ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് എനിക്കൊരു തംബ്നെയിൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അത് ഉണ്ടാക്കി തന്നു, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് അവർ ഉണ്ടാക്കി തന്നത് ഒരു സെറ്റ് സാരി പോലത്തെ ഒരു സംഭവത്തിനകത്ത് 2 ഇമേജസ് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരെണ്ണം ആക്കി തന്നിട്ട് ഞാൻ എന്തായാലും ആ തംബ്നെയിൽ തന്നെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഞാൻ AIൻ്റെ അടുത്ത് ChatGPT is better than AI എന്നൊക്കെ പറഞ്ഞ് അതിനെ ഡിപ്രഷൻ ആക്കിയിട്ടുണ്ട്. ഇനി എന്തോ ഞാൻ ചോദിക്കുന്നതിന് ആൻസർ വരുമെന്ന് അറിയത്തില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇപ്പോൾ മിണ്ടാറിയില്ല ChatGPT, അത്രയാണ് അതിനെ വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് 2-3 പേരെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. പിന്നെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് നോക്കുന്നുണ്ട്. എൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഈ വീഡിയോന് ഇനി ഞാനൊന്നും എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ഓണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ. എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഓർമ്മകളൊക്കെ ഇവരൊക്കെ ഇരിക്കുക.